എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് തിരുവചനവുമായി ഒരുമിച്ചായിരിക്കുവാൻ ദൈവം ഒരുക്കിയ എല്ലാ സാവകാശനുമായിട്ട് ദൈവത്തിന് സ്തോത്രം. നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും വിശ്വാസത്തിൽ നമ്മളെ ഓരോ ദിവസവും മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ബൈബിൾ പറയുന്നു, നാം കാഴ്ചയാലെ അല്ല വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി കാണും എന്നെനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലായിത്തീരും. വിശ്വാസം എന്നത് എന്താണെന്നും വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുമുള്ളത് ബൈബിളിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ മൈൻഡ് എല്ലാ നമ്മുടെ സെറ്റപ്പുകളൊന്ന് മാറ്റിക്കളഞ്ഞിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡൊന്ന് ചേഞ്ച് ചെയ്യണം. ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും അത്ഭുതത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. നമ്മൾ ഒരു സൈഡിലുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാതെ മൊത്തത്തിൽ നമ്മളൊരു പിക്ചറായിട്ട് ബൈബിളിനെ എടുക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും ധൈര്യവും ശത്രുവിൻ്റെ മേലുള്ള ജയവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ജീവിതത്തിൽ രുചിച്ചറിയുവാൻ നമുക്ക് കഴിയും എന്ന് മാത്രമല്ല, നമ്മൾ ഒരിക്കലും ഒരു പരാജയമായി തീരത്തില്ല. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ ഏത് തകർന്ന മനുഷ്യനെയും എത്രമാത്രം ജീവിതത്തിൽ ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നോർത്ത് വ്യാകുലപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും പിടിച്ചുയർത്തുവാൻ കഴിവുള്ള, സ്നേഹമുള്ള, സന്തോഷമുള്ള, അനുഗ്രഹമുള്ള ഒരു തിരുവചനമാണ് ദൈവം നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമ്മളോട് ആക്രോശിച്ചും വഴക്കുണ്ടാക്കിയും ഈ നല്ല ഗുഡ് ന്യൂസിനെ മറ്റൊരു രീതിയിൽ വരച്ച് കാണിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, സ്വന്തം ജീവൻ നൽകി ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുകയാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 5:16 നമുക്ക് വായിക്കാം. അത് മലയാളത്തിൽ 16, 17, 18 നമുക്ക് ചേർന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, ഫസ്റ്റ് 5-ാമത്തെ അധ്യായത്തിൽ നിന്നും. അതിൻ്റെ ആംപ്ലിഫൈഡ് വേർഷനിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ആ 16 എന്നുള്ള വചനം തന്നെ: ബി ഹാപ്പി in your faith and rejoice and be glad hearted continually. Continually means always, എപ്പോഴും. 16-ാമത്തെ വാക്യമായിട്ട് മലയാളത്തിൽ കാണുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ. ജീവിതത്തിൽ പ്രതികൂലം വരാം, നല്ല സമയങ്ങൾ വരാം, ടഫ് ടൈമുകൾ വരാം, എന്നാലും വചനം പറയുന്നു സന്തോഷിപ്പീൻ. പൗലോസ് ആണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചന നിമിത്തം, ദൈവത്തിൻ്റെ വേല നിമിത്തം ഉത്സാഹത്തോടു കൂടി പോകുമ്പോൾ എതിർപ്പുകൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു. അതിനെയൊക്കെ തരണം ചെയ്യുമ്പോഴും അതിൻ്റെ മധ്യേ നിൽക്കുമ്പോഴും പൗലോസ് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, റിജോയ്സ്, ഓൾവേസ് റിജോയ്സ് ഇൻ ദ ലോർഡ്. ആമേൻ. കാരണം ദൈവത്തിൽ സന്തോഷിപ്പീൻ, ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ, യേശുവിൽ സന്തോഷിപ്പീൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിപ്പീൻ. ഇതത്രേ ഒരു ദൈവ പൈതലിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. ബൈബിൾ പറയുന്നു, ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്. യഹോവയെങ്കിലെ സന്തോഷം അത്രേ നമ്മുടെ ബലം, നമ്മുടെ സന്തോഷം, നമ്മുടെ ധൈര്യം. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ബേസാണ്. അതിനെ തകർക്കുവാനോ തൊടുവാനോ നാം പിശാചിനെ അനുവദിക്കരുത്. നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. എങ്ങനെ നമുക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുവാൻ കഴിയും? ആത്മശക്തിയോടെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമയം ചെലവഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. പിശാച് നമ്മുടെ പഴയകാലത്തെ പാപങ്ങളെ ഓർപ്പിച്ച് നമ്മളെ നിരാശപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവവചനം കൊണ്ട് നമുക്കതിനെ ജയിക്കുവാൻ കഴിയണം. ദൈവവചനം, റിട്ടേൺ വേർഡ്, ഈ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി അതേ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൈകളിൽ ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മളെടുത്ത് പിശാചിന് നേരെ ഉപയോഗിക്കണം. ആമേൻ. വചനമുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അപ്പോൾ പാതാള ഗോപുരം പോലെ വരുന്ന നാം ആകുന്ന ദൈവസഭയുടെ നേരെ, അല്ലെങ്കിൽ നാം ആകുന്ന ഒരു ദൈവ പൈതലിൻ്റെ നേരെ വരുന്ന ഏതൊരായുധവും, നോ വെപ്പൺ, അത് പ്രോസ്പർ ആകത്തില്ല. നോ വെപ്പൺ ഫോംഡ് അഗെയിൻസ്റ്റ് ഷാൽ എവർ പ്രോസ്പർ. ഒരിക്കലും അതാകത്തില്ല. ബിക്കോസ് നാം കർത്താവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ എല്ലാവർക്കും നേരെ ആഞ്ഞടിക്കും. എന്നാൽ ഒരു ദൈവപൈതലും അതിൻ്റെ മധ്യേ ജയിച്ച് ജീവിക്കും. ആമേൻ. എപ്പോഴും സന്തോഷിപ്പീൻ, അടുത്തോട് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവ ഇഷ്ടം. 16, 17, 18. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം ഒക്കെ തിരിച്ചറിയുവാൻ മനുഷ്യർക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവർ പല പ്രവാചകന്മാരെടുത്ത് പോവുകയും
പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ തിരുവചനം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, അല്ലേ? എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവം ഇഷ്ടം. അപ്പോൾ പ്രാർത്ഥിക്കുക, പ്രയർ, താങ്ക്സ് ഗിവിങ്, ജോയ്. അതുപോലെ തന്നെ ഇതെല്ലാം വരുന്നത് എവിടുന്ന? ഫെയ്ത്തിൽ നിന്നാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ നേരെയാണ് പിശാച് പോരാടുന്നത്. അതുകൊണ്ടാണ് പൗലോസ് സെക്കൻഡ് തിമോത്തീസ് വൺ ഓഫ് ഹിസ്, ഐ തിങ്ക് ഹിസ് ലാസ്റ്റ് ലെറ്ററും തിമോത്തിയോസിനോട് പറയുകയാണ്, ഐ ഹാവ് ഫോട്ട് ദ ഗുഡ് ഫൈറ്റ്. ആമേൻ. ഐ ഹാവ് ഫോട്ട് ദ ഗുഡ് ഫൈറ്റ്. ഐ ഹാവ് ഫിനിഷ്ഡ് ദ റേസ്. ആമേൻ. ഐ ഹാവ് കെപ്റ്റ് ഫെയ്ത്ത്. എത്ര പേർക്ക് ആ വിശ്വാസം സൂക്ഷിക്കുവാൻ പറ്റും? നമ്മളിപ്പോൾ ഒരു കൂട്ടായ്മയിൽ നല്ല ദൈവത്തിൽ നമ്മൾ മാറി നമ്മളും അടുത്ത ആളുകളുമായി സംസാരിക്കുമ്പോൾ നെഗറ്റീവ് പറയുന്ന ന്യൂസുകൾ, നെഗറ്റീവ് പറയുന്ന ചാനലുകൾ, നെഗറ്റീവ് പറയുന്ന വ്യക്തികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ നേരെ ഒരു പോരാട്ടമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവ പൈതല് പോരാടേണ്ട ഏക പോരാട്ടം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശ്വാസത്തിൻ്റെ പോരാട്ടം. കാരണം ഈ വാഴ്ചകളും ഈ അധികാരങ്ങളും എല്ലാം വരുന്നത് എന്തിനാണ്? നമ്മുടെ ഫെയ്ത്തിന് നേരെയാണ്. ക്രിസ്തുവിൽ നമ്മളെ അകറ്റുന്നത് ഫെയ്ത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ വരുന്നു. നാം ഓർക്കണം, വി വാക്ക് ബൈ ഫെയ്ത്ത്. നാം വിശ്വാസത്തിലാണ് നടക്കുന്നത്. We live by faith. നാം വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. വിതൗട്ട് ഫെയ്ത്ത് യു കനോട്ട് പ്ലീസ് ഗോഡ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. അപ്പോൾ ഫെയ്ത്ത് ഒരു വലിയ സബ്ജക്റ്റാണ് ബൈബിളിലെ. ഫെയ്ത്ത് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ്, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ഇൻ ദ ബൈബിൾ. വിശ്വാസം നമ്മുടെ സഭകളിൽ നാം പഠിപ്പിക്കണം. വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. വിശ്വാസം നമ്മുടെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസം, ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ മറ്റൊരു വഴിയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. തിരുവചനം നമ്മളോട് പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ക്രിസ്തു യേശുവിലെ ജീവിതം ഒരു സന്തോഷത്തിൻ്റെ ജീവിതമാണ്. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കാണാം, പല വിധത്തിൽ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോകുന്നത് കാണുവാൻ കഴിയും. ഞാൻ പഴയകാലത്തെ ബുക്കുകൾ റിസർച്ച് ചെയ്തപ്പോൾ ആദ്യകാലത്ത് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരെ നമുക്ക് കാണുവാൻ കഴിയും. അവർ ആത്മശക്തി വരുമ്പോൾ അവർ നിലത്ത് കിടന്ന് ഉരുളുന്നത് വരെ പ്രൈസ് ഗോഡ് വായിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി ഒരു മനുഷ്യനിലേക്ക് വന്നാൽ അവനെ ഒരു സ്പിരിച്വൽ ബീയിങ്, അവൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ചലിച്ചു തുടങ്ങും. ആമേൻ. നാം ഓർക്കണം, നാം ഒരു സ്പിരിറ്റാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു ബോഡി ഉണ്ട്, നമുക്ക് ഇമോഷൻസ്, നമ്മുടെ മൈൻഡ് ഉണ്ട്. അപ്പോൾ ഓർക്കണം, ഈ സ്പിരിറ്റ് ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഹോളി സ്പിരിറ്റുമായി ഹുക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഇലക്ട്രിസിറ്റിയുടെ പ്ലഗിലേക്ക് കറക്റ്റായിട്ട് അത് പ്ലഗ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈറ്റ് കത്തുന്നു. ഓരോ കാര്യങ്ങൾ അതാതുപോലെ അതാതിൻ്റെ ക്രമപ്പെട്ട രീതിയിൽ അത് പ്രാവർത്തികം ആകുന്നത് പോലെ ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവുമായി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ മനുഷ്യരുടെ വിശ്വാസത്തിനും ചിന്തയ്ക്കും അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. ദർശനങ്ങൾ, വെളിപ്പാടുകൾ, രോഗശാന്തികൾ, പ്രവചനങ്ങൾ, അത്ഭുതകരമായ ദൈവിക നിർണയങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ആ മനുഷ്യനിലൂടെ പുറത്തു വരും. പ്രൈസ് ഗോഡ്. അതത്രേ ചർച്ച്. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ കൂട്ടം കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ്. ദൈവം എന്തു പറയുന്നു അത് വിശ്വസിക്കുന്നു. അത് എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കുന്നു. ബൈബിൾ പൂർണ്ണ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ഗോഡ്. അതൊരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് സന്തോഷമുണ്ട്. അവർക്കറിയാം, ഒരു പാസ്റ്റർ വന്നില്ലെങ്കിലും ഒരു വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും അവർക്കറിയാം അവരുടെ ദൈവവുമായിട്ട് അവർ ബന്ധപ്പെട്ട് ജീവിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും ദൈവത്തോട് എതിർത്ത് നിന്നതുപോലെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവപ്രവൃത്തിയോട്, ദൈവസ്നേഹത്തോട് എതിർക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതൊരു പരീശ ഭക്തിയാണ്. അപ്പോൾ നമ്മൾ ബൈബിൾ പ്രത്യേകം പറയുന്ന പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കരുത്. നമുക്കറിയാത്ത ഒരുപാട് ആത്മമണ്ഡലത്തിലെ കാര്യങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണെങ്കിലും അതിൻ്റെ എല്ലാ അടിസ്ഥാനം ബൈബിളാണ്. ബൈബിൾ എന്ത് പറയുന്നു?
ബൈബിളിലുള്ള വാക്യങ്ങൾ എന്ത് പറയുന്നു? ആര് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു, ആര് യേശുവിനെ സ്നേഹിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവർക്കറിയാം എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. ആമേൻ. അപ്പോൾ നമുക്കറിയാം നമുക്ക് എങ്ങനെ സന്തോഷിക്കുവാൻ കഴിയും? അതത്ര ഇന്നത്തെ എൻ്റെ ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഉല്ലസിച്ച് ജീവിക്കുവാൻ കഴിയും? ദൈവത്തിൽ, ക്രിസ്തുവിൽ. ലോകം സന്തോഷിക്കുന്നു. ആമേൻ. മദ്യത്തിലും മയക്കുമരുന്നിലും ലോകത്തിൻ്റെ പ്രവൃത്തികളിലും ഫിലിമുകളിലും മൂവികളിലും മറ്റു കാര്യങ്ങളിലും അവർ സന്തോഷിക്കുന്നു. എന്നാൽ കിങ്ഡം ഓഫ് ഗോഡിലെത്തിയ ദൈവമക്കൾക്കറിയാം ഇതിൽ അപാരമായൊരു സന്തോഷം അവർക്കുണ്ട്. ഡ്രഗ്സ് തരാത്ത, അഡിക്ഷനുകൾ തരാത്ത, ഡിപ്രഷൻ വരാത്ത, ആമേൻ, ഹല്ലേലൂയ, ഒരു സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ള ഒരു ദൈവ സാന്നിധ്യമുള്ള ഒരു കിങ്ഡം ഓഫ് ഗോഡ് ഈ ഭൂമിയിലുണ്ട്. അത് ബോൺ അഗെയിൻ ആകുമ്പോൾ ദൈവം അതിലേക്ക് നമ്മളെ ആക്കുകയാണ്. എന്നാൽ പിന്നെയും പിന്തുടരുന്ന നിരാശകളും ഈ പാസ്റ്റർമാരുടെയൊക്കെ തന്നെ ചില നെഗറ്റീവ് മാത്രം പറയുന്ന, സകലത്തിലും നെഗറ്റീവ് കണ്ട് എങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിക്കാം എന്ന് കരുതി നടക്കുന്ന ആളുകളെ എനിക്ക് കാണുവാൻ കഴിയും. ഐ എം സോ സോറി. പണ്ട് ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞു കേട്ടു, ഒരു പ്രാന്തം പറഞ്ഞു, ഐ എം ഡെഡ്, ഞാൻ മരിച്ചു. അവൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, മകനെ നീ മരിച്ചിട്ടില്ല, നീ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇല്ല. അവരത് കേട്ട് ഈ നെഗറ്റീവ് കേട്ട് മടുത്തു. അവസാനം ഒരുത്തരൊരു സൂചി എടുത്തിട്ട് കുത്തു വെച്ച് കൊടുത്തു. അന്നേരം ബ്ലഡ് വന്നു. അന്നേരം പറയാം, ഇപ്പോൾ എനിക്ക് മനസ്സിലായി മരിച്ചാലും രക്തം വരുമെന്ന്. സോ ദാറ്റ് മീൻസ് നെഗറ്റീവ് അതിൽ ജീവിക്കുന്നവരുണ്ട്, അത് സ്പ്രെഡ് ചെയ്യുന്നവരുണ്ട്. അവരോട് അകന്നു നിൽക്കണം. വിശ്വാസത്തിൽ മുന്നേറണമോ ഒരു ബൗണ്ടറി നമുക്ക് നല്ലതാണ്. പോരാട്ടം വരത്തില്ലെന്നുള്ളത് ദൈവം ജയം തരും. നമ്മുടെ ആ സർവായുധ വർഗം ദൈവം നമ്മുടെ കയ്യിൽ ചെന്നിട്ടുണ്ട്. നമ്മളൊരു ബാറ്റിൽ ഫീൽഡിലാണ് നിൽക്കുന്നത് നമുക്കറിയാം. എന്നാൽ ഓർക്കണം, ആ ബാറ്റിൽ ഫീൽഡിൽ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ജയം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. നമ്മളോട് പോരാടുന്ന ഒറ്റ പോരാട്ടത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തിന് നേരെയുള്ള പോരാട്ടം. ആമേൻ. വചനത്തിന് നേരെയുള്ള പോരാട്ടം. അതത്രേ, പ്രൈസ് ഗോഡ്. ഈ വചനത്തെ എതിർക്കുന്ന പോരാളികൾ വന്നിട്ടുണ്ട്, ഡിസീവേഴ്സ് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അത് കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള ഒന്നാമത്തെ അടയാളമാണ്. ഡിസീവേഴ്സ് അവർ ഈ ഭൂമിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനെ എതിർത്ത് ജീവിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഒന്നാം സ്ഥാനം ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും കൊടുക്കണം. ഗീവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് വേർഡ്, ദെൻ യു ക്യാൻ എൻജോയ് ദ ക്രിസ്ത്യൻ ലൈഫ്. അങ്ങനെ നാം ചെയ്താൽ ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ കറക്റ്റ് ചെയ്യും. ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യും. ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഗൈഡ് ചെയ്യും. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും? ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകും. അതത്രേ ഇന്ന് നമുക്ക് ആവശ്യം. അതത്രേ ചർച്ചിന് ആവശ്യം. വിശ്വാസം പ്രസംഗിക്കുക, വിശ്വാസത്തിൽ ജീവിക്കുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കുക. മറ്റൊരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം നമുക്കറിയാം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ജീവിച്ചാൽ നന്മകളും അനുഗ്രഹങ്ങളും വഴികളും വിടുതലുകളും അത്ഭുതകരമായിട്ടുള്ള ദൈവത്തിൻ്റെ ഫേവറുകളും നമ്മുടെ കൂടെ വരും. ബിക്കോസ് ബിഹൈൻഡ് ദ സീൻ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ബിഹൈൻഡ് ദ സീൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ബാഡാകുമ്പോൾ നമുക്ക് സങ്കടം വരാം. അല്ലെങ്കിൽ എക്കണോമി സ്ട്രോങ് ആയിരിക്കുമ്പോൾ, ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കുമ്പോൾ, ഹെൽത്ത് സ്ട്രോങ് ആയിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. എന്നാൽ ടഫ് ടൈമിൽ, ചില ഡിപ്രഷനുകൾ വരുമ്പോൾ, ഗ്ലൂമി വരുമ്പോൾ, പ്രൈസ് ഗോഡ്, അല്ല നമ്മുടെ ജീവിതത്തിന് നേരെ നിരാശകൾ കടന്നു വരുവാൻ വളരെ സാധ്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഇൻ ദിസ് വേൾഡ് യു വിൽ ഹാവ് ട്രബിൾ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അൺഫെയർ സിറ്റുവേഷൻസ്, ടെസ്റ്റുകൾ വരാം, ട്രയൽസ് വരാം, ടെംപ്റ്റേഷൻസ് വരാം. എന്നാൽ ഓർക്കുക, പ്രൈസ് ഗോഡ്, ഒരു സൈഡിൽ ഇതെല്ലാം പിശാച് ചെയ്യുമ്പോൾ മറ്റൊരു സൈഡിൽ പ്രൊമോഷൻ, ഓപ്പർച്യൂണിറ്റികൾ, ഗ്രോത്ത്, ഹല്ലേലൂയ, ഇൻക്രീസ്, ഇത് ദൈവം തരും. എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പ്രൊമോഷൻ, ഓപ്പർച്യൂണിറ്റി, ഹല്ലേലൂയ. ദൈവം നല്ല വഴികൾ നമുക്ക് കാണിച്ചു തരും. ജീവിതത്തിൽ നീ ഇങ്ങനെ സങ്കടപ്പെട്ട് തല താഴ്ത്തി ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നുവെന്ന് 145-ാം സങ്കീർത്തനം 14-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നു. കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബാഡ് ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിക്കേ, ഇങ്ങേ സൈഡിലേക്കൊന്ന് വന്നേ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മളെ പ്രൊമോട്ട് ചെയ്യുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മളെ ഗ്രോ ചെയ്യുവാൻ
ദൈവത്തിന് ആഗ്രഹമുണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റികൾ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വഴികൾ, വാതിലുകൾ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അതിലൂടെ സഞ്ചരിക്കണം. അത് കാണുവാൻ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവരെ, ഞാൻ ഉൾപ്പെടെയുള്ളവരെ, ഹല്ലേലൂയ, എന്നെ നോക്കി ഞാൻ പ്രസംഗിക്കുകയാണ്. എൻ്റെയും ആ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊന്ന് കാണണം, അടയാളങ്ങളൊന്ന് കാണണം. ഒരു ദുഷ്ടനും നിന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. ഒരു രോഗത്തിനും ഒരു പിശാചിനും നിന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ബൈബിൾ പറയുന്നു, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. അവൻ്റെ നെയ്മാണ് ജീസസ്. ഹല്ലേലൂയ. Every knee shall bow, every tongue confess that Jesus Christ is Lord and his name is above all other names. യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. എല്ലാ ദുഷ്ടശക്തികളും അവിടെ നിൽക്കും. തൊട്ടുപോകരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വിശ്വാസം അത് ഏറ്റെടുക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് എന്തു ചോദിച്ചാലും യാചിച്ചാലും എന്നാണ് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷിൽ അത് ആസ്ക് എന്നാണ്. ബെഗ് എന്ന് എവിടെയും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചോദിച്ചാൽ. മാർക്കോസിൻ്റെ സുവിശേഷം 11:22 തൊട്ട് താഴോട്ട് വായിര്. നിങ്ങളത് വായിച്ച് പഠിക്കണം, അത് വായിച്ച് ഗ്രഹിക്കണം. രോഗത്തിലാണോ ഇരിക്കുന്നത്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, വചനപ്രകാരം പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നും ഇരിക്കുന്നു. ഇറ്റ്സ് ഓൾറെഡി ഡൺ. അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ റെസ്ക്യൂ ചെയ്തിരിക്കുന്നു. ഗോഡ് ഹാസ് ഡെലിവേർഡ്. ഇനിയൊരു ഡെലിവറൻസിന് വേണ്ടി ഓടി നടന്നില്ലെങ്കിലും വചനം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇരുട്ടിന്റെ അധികാരം ദൈവം നമ്മളെ വിടുവിച്ചു. പ്രിൻസിപ്പാലിറ്റീസിനെയും പവേഴ്സിനെയും ഡിസാം ചെയ്തു. കർത്താവ് അവയെ തകർത്തു കളഞ്ഞു. അത് വിശ്വസിക്കണം. ആ വിക്ടറി സെലിബ്രേറ്റ് ചെയ്യുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്നും ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? മറ്റുള്ളവരുടെ കുറ്റവും കേട്ട്, കുറ്റവും പറഞ്ഞ്, നെഗറ്റീവും പറഞ്ഞ്, കുറച്ച് റിച്വലായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? അല്ലെ പുറമേയുള്ള കാര്യങ്ങളിൽ കിണ്ടികിണ്ണങ്ങളുടെ പുറമൊക്കെ വെടിപ്പാക്കി നടക്കുന്ന പരീശന്മാരെ പോലെ ജീവിക്കാതെ ഇതെല്ലാം മറന്നിട്ട് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടെല്ലാം വിട്ടിട്ട് കർത്താവുമായിട്ടൊന്ന് പ്ലഗ് ചെയ്തേ, ആ ഹോളി സ്പിരിറ്റുമായിട്ടൊന്ന് പ്ലഗ് ചെയ്തേ. ആ കറക്റ്റ് സോക്കറ്റിൽ നാം പ്ലഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഏത് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട്, ഏത് എക്യുപ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. അത് നടക്കും. ബൈബിൾ പറയുന്നു, ഹിസ് പ്ലാൻസ് ആർ ഹയർ ദാൻ അവർ പ്ലാൻസ്. His thoughts are higher than our thoughts. നമുക്കിതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? ദൈവ വചനത്തിലുള്ള വിശ്വാസത്താൽ. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടത്തില്ല. ഓരോരുത്തർക്കും ദൈവം ഓരോ മെഷർ ഓഫ് ഫെയ്ത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു മെഷറുണ്ട്, നിങ്ങൾക്കൊരു മെഷറുണ്ട്. എന്നാൽ അതിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്, അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എങ്ങനെ? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ വിശ്വാസം വരാൻ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വിശ്വാസം വർദ്ധിക്കുവാൻ പാട്ടുപാടിയാൽ മാത്രം പോരാ. പ്രൈസൊക്കെ ഭയങ്കര, അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീഴും. എന്നാൽ ആ സ്തുതി പോലും എവിടെ നിൽക്കണം? വിശ്വാസത്തിൽ അത് നിൽക്കണമെങ്കിൽ, അത് വളരണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം, ദൈവത്തിന്റെ വചനം കാണണം. ആ ദൈവത്തിന്റെ വചനം നമ്മൾ കാണുന്നു. പലപ്പോഴും നമ്മൾ ഉറക്കെ വായിക്കുമ്പോൾ നമ്മുടെ ചെവിയിലേക്ക് അത് വരുന്നു, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്നു. അത് നല്ല നിലത്തു വീണ വിത്തുപോലെ ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ വചനം നല്ല ഒന്നാന്തരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഫലങ്ങൾ. യെസ്, ആത്മാവിൻ്റെ ഫലവും ആത്മാവിൻ്റെ വരവും ഒരുമിച്ച് ഒരു മനുഷ്യനിലൂടെ പുറത്തു വരുമ്പോൾ നമുക്കറിയാം, യെസ്, അതൊരു പെർഫെക്ഷനിലേക്ക് നീങ്ങുകയാണെന്ന്. കാരണം സ്നേഹത്തിൽ വ്യാപരിക്കുന്നതാണ് വിശ്വാസം. മറ്റുള്ളവരുടെ നേരെ നെഗറ്റീവിൻ്റെ വാക്ക് പറഞ്ഞ് അവരെ അടിച്ചമർത്തി ജീവിക്കുന്ന ഒരു ഏകാധിപതിയുടെ ടോണല്ല എൻ്റെ കർത്താവ് കാണിച്ചു തന്നത്. ഇറ്റ് വാസ് എ സെർവന്റ് ലീഡർഷിപ്പ്. മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നത് ശുശ്രൂഷ അനുഭവിക്കുവാൻ വേണ്ടിയല്ല, ശുശ്രൂഷിപ്പാനത്രേ. തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുക വഴി അത് നമുക്ക് കാണിച്ചു തരുന്നു. അതിലുപരിയായിട്ട് കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ തന്നപ്പോൾ ആ കിങ്ങിൻ്റെ സെർവന്റ് ലീഡർഷിപ്പ് ഈ ഭൂമിയിൽ ഹല്ലേലൂയ അത് പ്രാവർത്തികമായെങ്കിൽ അതേ കിങ് നമ്മളോട് ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു, ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ.
എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, എൻ്റെ നാമത്തിൽ ചോദിപ്പീൻ, എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് ലഭിക്കും. അത് വചനമാണ്. ചോദിക്കണം, വാ കൊണ്ട് പറയണം. വിശ്വാസം വായുകളാൽ പുറത്തു വരട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവിയെ നോക്കി നിങ്ങൾ വിളിച്ചു വരണം. ഞാനും നിങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണമെത്രേ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഡു നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിത്തിങ്. ബൈബിൾ പറയുന്നു, പ്രേ അബൌട്ട് എവരിതിങ്, ടെൽ ഗോഡ് വാട്ട് യു നീഡ് ആൻഡ് ഗിവ് താങ്ക്സ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് പറ. നിങ്ങളുടെ വാക്ക് കേൾക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു. ആമേൻ. ഫെയ്ത്ത് ഈസ് അവർ പാർട്ട്. വിശ്വാസം അത്രേ നമ്മുടെ പാർട്ട്. ഗ്രേസ് ഈസ് ഗോഡ് പാർട്സ്. ഇതിൽ തമ്മിൽ ഹല്ലേലൂയ ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ ജീവിതം സന്തോഷമുള്ളതായിട്ട് തീരും. ഹല്ലേലൂയ. ആമേൻ. രാവിലെ എഴുന്നേറ്റിട്ട് ആമേൻ ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ ജീവൻ തുടങ്ങണം. സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ ജീവിതത്തെ അദ്ദേഹത്തെ കുറിച്ച് വായിക്കുവാനിടയായി തീർന്നു. രാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നൃത്തം ചെയ്യും, ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻജോയ് ചെയ്യും. ആമേൻ. ആ ആരാധനയും ആ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതം തുടങ്ങട്ടെ. ബൈബിൾ വായിക്കാതെ ഭവനം വിട്ട് പുറത്തു പോകരുത്. ബൈബിൾ വായിക്കാതെ പ്രാർത്ഥിക്കാതെ ഭവനം വിട്ട് നിങ്ങൾ വെളിയിലിറങ്ങരുത്. പ്രാർത്ഥനയോടും ആരാധനയോടും വചനധ്യാനത്തോടും കൂടെ ജീവിതം തുടങ്ങണം. വൈകിട്ട് ജീവിതം അവസാനിപ്പിക്കുമ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇടയ്ക്ക് സമയം കിട്ടിയാൽ ദൈവത്തിൻ്റെ വചനം വായിക്കണം, നല്ല മെസ്സേജുകൾ കേൾക്കണം, നല്ല പാട്ടുകൾ ശ്രദ്ധിക്കണം. എത്രയോ ഓപ്പർച്യൂണിറ്റികളാണ് നമ്മുടെ മുമ്പിൽ. നമുക്ക് ആരും കൂടെ പാടാനില്ലെങ്കിലും സ്തോത്രം, യൂട്യൂബിൽ ചെന്ന നല്ല പാട്ടുകൾ കിടക്കുന്നു, അവരുടെ കൂടെ ചേർന്ന് പാടണം. നല്ല വിശ്വാസത്തിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കണം. ആമേൻ. വിശ്വാസം കേൾവിയാലാണ്. ദൈവത്തിന്റെ വചനം പറയുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം, അത് റിസീവ് ചെയ്യണം, അതിന് മേൽ റെസ്പോണ്ട് ചെയ്യണം. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരിക്കലും പേടിയിലും ഭയത്തിലും ജീവിക്കരുത്. ആമേൻ. നമ്മൾ വചനം പറയുന്നു, 91 സങ്കീർത്തനം പറയുന്നു, ഗോഡ്സ് പ്രൊട്ടക്ഷൻ സൂപ്പർസീഡ്സ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ എല്ലാ ഡേഞ്ചറുകളെയും സൂപ്പർസീഡ് ചെയ്തു കഴിയുമുള്ള ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഐ ആം പ്രൊട്ടക്റ്റഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്താൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടവനാണ്. എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ഗാഡ്സ് എക്കണോമി ഈസ് നോട്ട് സബ്ജക്ട് ടു ദിസ് വേൾഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ എക്കണോമി, ദൈവത്തിന്റെ ഫൈനാൻസ് അത് ഈ ലോകത്തിന്റെ പോലെ അല്ല. നിങ്ങളിപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് ആയിരിക്കുന്നതെങ്കിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കണം. മൈ ഗാഡ് ഷാൽ സപ്ലൈ all your needs. All your need. 50% അല്ല, 75% അല്ല, 90% അല്ല, 100%. All your need. അത് ഫിനാൻഷ്യൽ ആയിരിക്കാം, അത് മെൻ്റൽ ആയിരിക്കാം, അത് ഇമോഷണൽ ആയിരിക്കാം, അത് ഹെൽത്ത് വൈസ് ആയിരിക്കാം. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും ഏത് ഏറിയയിലാണോ അത് ക്രിസ്തേശുവിൽ അവൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. മൈ ഗാഡ് ഷാൽ സപ്ലൈ ഓൾ മൈ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. ആകാശവും ഭൂമിയും കയ്യിലുള്ളവൻ. ലോകം നോക്കി നിൽക്കെ ദൈവവൈതലെ നിന്നെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ പിന്നിൽ നിന്ന് നിന്നെ കുത്തുന്ന, നിനക്കെതിരായി വരുന്ന എല്ലാ ശത്രുവിന്റെ വായയും തീയുടെ ബലത്തെയും വിശ്വാസത്താൽ നീ കെടുത്തി കളയണം. കാരണം ദൈവം നമുക്കൊരു അതോറിറ്റി തന്നിട്ടുണ്ട്. യേശുവിന്റെ വചനത്തിന്റെ പവർ, യേശുവിന്റെ വചനത്തിന്റെ നാമത്തിന്റെ അതോറിറ്റി ഒരു ദൈവത്തിന്റെ കയ്യിലുണ്ട്. അത് യൂസ് ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ്സ് ഹീലിംഗ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ഡയഗ്നോസിസ് ഇൻ ദിസ് വേൾഡ്. ഹല്ലേലൂയ. ആമേൻ. ഡോക്ടറിന്റെ ഡയഗ്നോസിസിനെ മാറ്റിക്കളയുവാൻ കഴിയുന്ന ആമേൻ ദൈവത്തിന്റെ ശക്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ സാൽവേഷൻ ഈസ് എ പാക്കേജ്. ആ പാക്കേജിന്റെ ഉള്ളിൽ രക്ഷ, എല്ലാത്തിൽ നിന്നും രക്ഷ, ആപത്തിൽ നിന്ന് വിടുതൽ, ശാപത്തിൽ നിന്ന് വിടുതൽ. അതാ തമിഴിൽ പാടുന്നത്, വിടുതലൈ വിടുതലൈ വിടുതലൈ, നമുക്ക് വിടുതലൈ വിടുതലൈ വിടുതലൈ, എപ്പോതും വിടുതലൈ വിടുതലൈ വിടുതലൈ, ആവിയിനാലെ വിടുതലൈ, വാർത്തയിനാലെ വിടുതലൈ, ആവിയിനാലെ വിടുതലൈ, വാർത്തയിനാലെ വിടുതലൈ, വിടുതലൈ വിടുതലൈ വിടുതലൈ, നമുക്ക് വിടുതലൈ വിടുതലൈ വിടുതലൈ. പ്രൈസ് ഗോഡ്. ഉங்கள் ദുഃഖം സന്തോഷമായി മാറും സഹോദരി. ഉங்கள் ദുഃഖം സന്തോഷമായി മാറും മകനെ. ഹല്ലേലൂയ. കലങ്കാതെ മകനെ. കരഞ്ഞ് ജീവിക്കുവാൻ ഒരിക്കലും നാം തീരുമാനിക്കരുത്. മറിച്ച് ജയത്തോടെ ജീവിക്കും, സന്തോഷത്തോടെ ജീവിക്കും. ഇയ്യോബിന്റെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ടപ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ചു.
യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. പിന്നത്തേതിൽ എപ്പോഴും ആ പരാജയത്തിൽ നിൽക്കുകയല്ല, അവൻ്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചു. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗോഡ്സ് ലവ് സൂപ്പർസീഡ് ഓൾ ദ ഫിയേഴ്സ് ഇൻ ദിസ് വേൾഡ്. 1 John 4:18 വായിച്ചാൽ നിങ്ങൾക്കത് പിടികിട്ടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം ഹല്ലേലൂയ സൂപ്പർസീഡ് ചെയ്യും ഈ ലോകത്തിലെ ഡേഞ്ചറുകളെയും ഈ ലോകത്തിലെ ഫിയറുകളെയും എല്ലാം ഹല്ലേലൂയ ഓവർകം ചെയ്യാൻ കഴിയും. ഫിയർ കംസ് ഫ്രം ഈവിൾ. പിശാചാണ് ഭയം കൊണ്ടുവരുന്നത്, നശിപ്പിക്കുവാനും അറുപ്പാനും മുടിപ്പാനും വരുന്നു. ജോൺ 10:10 2 മാസ്റ്റർ പ്ലാൻ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് പിശാചിൻ്റെ പ്ലാൻ, ജീവിതത്തെ നശിപ്പിക്കുവാൻ, കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുവാൻ, കിൽ ചെയ്യുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ വരുമ്പോൾ അതേ വാക്യത്തിൽ തന്നെ ദൈവത്തിന്റെ പ്ലാൻ ഹല്ലേലൂയ അബണ്ടന്റ് ലൈഫ്, സൂപ്പർ അബണ്ടന്റ് ലൈഫ്, സൂപ്പർ നാച്ചുറൽ ലൈഫ്. ഇത് കിട്ടും, ഇത് ഉണ്ട്. ഇത് ലഭിക്കണമെങ്കിൽ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ആമേൻ. ഇന്ന് എത്ര പേര് ദൈവ ശബ്ദം കേൾക്കുവാൻ റെഡിയാണ്, വിശ്വാസത്തിൽ മുന്നേറുവാൻ റെഡിയാണ്, ബൈബിൾ വായിക്കുവാൻ റെഡിയാണ്, വചനം വായിക്കാതെ വെളിയിൽ ഇറങ്ങത്തില്ല, വിശ്വാസത്തിന്റെ വാക്ക് ഭവനത്തിൽ വിളിച്ചു പറയുവാൻ റെഡിയാണ്. കുഞ്ഞുങ്ങളുടെ ഭാവിയെ നോക്കി, രോഗത്തെ നോക്കി, ശാപത്തെ നോക്കി വിളിച്ചു പറ, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചിരിക്കുകയാൽ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും, എന്നെയും, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജോലികളെ, ബിസിനസ്സുകളെ, സകല നന്മകളെയും യേശുവിൻ രക്തത്താൽ മൂടി മറയ്ക്കുന്നു. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം ഉത്ഭവിക്കാതൊക്കെയും പാപമാകുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിൽ വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. ദൈവവചനത്തെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കർത്താവോട് ഞങ്ങളെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. ഇൻ ജീസസ് മൈറ്റി നെയിം വി പ്രേ. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ വിശ്വാസം പ്രസംഗിക്കുവാനും പഠിക്കുവാനും തുടങ്ങിയ സമയം മുതലാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുവാൻ കഴിഞ്ഞു. മിനിസ്ട്രിയിൽ തന്നെ ഹല്ലേലൂയ സ്തോത്രം തകർന്നു വരുന്നവരോട് അവർക്ക് ഈ വിശ്വാസം പഠിപ്പിക്കുവാനും അവർ ജീവിതത്തിൽ പിന്നത്തേതിൽ ആത്മീയമായും ഭൗതികമായും ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരുവാനും കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മേലുള്ള ഒരു അനോയിൻറ്റിങ് ഉണ്ട്, ഒരു അഭിഷേകം. അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ ഇന്ന് ഡിക്ലെയർ ചെയ്യണം, ഐ ആം നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഞാൻ ഈ ലോകത്തിനുള്ളവനല്ല. ഐ ആം ഹല്ലേലൂയ ഹല്ലേലൂയ ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ദൈവത്തിനുള്ളവനാണ്. വി ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിനുള്ളവനാണ്. ഐ ആം നോട്ട് എ വിക്ടിം. ഞാനൊരു പരാജിതനല്ല. ഐ ആം എ വിക്ടർ. വിക്ടർ. എത്ര പേർക്കത് പറയുവാൻ കഴിയും? നിങ്ങളെല്ലാ ദിവസവും ഡിക്ലെയർ ചെയ്യണം. ദൈവവചനം ഡിക്ലെയർ ചെയ്യണം. ദൈവമഹത്വം ഡിക്ലെയർ ചെയ്യണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ ആരാധിക്കണം. ഇതെല്ലാം ഫെയ്ത്തിൽ നിന്ന് ഉയർന്നു വരട്ടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് നമ്മൾ കയറിയിരിക്കുമ്പോൾ അറിയാം, അത് ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അത് ആകാശത്തിലേക്ക് പറന്നു വരും. എന്നാൽ അതിനെതിരായിട്ടൊരു ഒരു 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 ഗ്രാവിറ്റിയുടെ ഫോഴ്സ് താഴോട്ട് അതിനെ വലിക്കുന്നുണ്ടെങ്കിലും ലിഫ്റ്റ് അതിനെ ഉയർത്തിക്കൊണ്ടു പോകുന്ന പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ വ്യാപരിച്ചു കഴിയുമ്പോൾ പ്രൈസ് ഗോഡ്, ദൈവത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്. ജീസസ് ലവ്സ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.